ഡിസംബർ 21 പെൻസിൽവാനിയ. അവിടെ ഒരു സ്കൂളുണ്ട്. എന്നത്തെയും പോലെ വളരെ നോർമലായി ആ സ്കൂളിൽ അന്നത്തെ ദിവസം ക്ലാസ് തുടങ്ങാൻ പോവുകയായിരുന്നു. ആ സ്കൂളിൽ ക്രിസ്റ്റി മിറാക്ക് എന്ന ഒരു പെൺകുട്ടി ടീച്ചറായി ജോലി ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റി വളരെ പെർഫെക്റ്റും പഞ്ച്വാലിറ്റിയുമുള്ള ഒരു ടീച്ചറാണ്. എന്നാൽ അന്നത്തെ ദിവസം ക്രിസ്റ്റി സ്കൂളിൽ വന്നില്ല. ഈ കാര്യം എല്ലാവർക്കും വളരെ ആശ്ചര്യമായി തോന്നി. കാരണം എല്ലാ കാര്യത്തിലും ക്രിസ്റ്റി വളരെ പെർഫെക്റ്റ് ആയിരുന്നു. എന്ത് കാര്യമായാലും ക്രിസ്റ്റി പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് അറിയിക്കുമായിരുന്നു. കാരണം ആ സ്കൂളിലെ ടീച്ചർമാർ അവധിയെടുക്കുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ പ്രിൻസിപ്പാളിനെ അറിയിക്കണം. അങ്ങനെ അവധിയെടുക്കുന്ന ദിവസം മറ്റൊരു ടീച്ചറിനെ കൊണ്ട് അന്നത്തെ ദിവസം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്ര പെർഫെക്റ്റായ ക്രിസ്റ്റി അവധിയെടുക്കുന്ന കാര്യം എന്തുകൊണ്ട് മുന്നേ പറഞ്ഞില്ല എന്നുള്ളൊരു സംശയം പ്രിൻസിപ്പാളിന് തോന്നി. പ്രശ്നം എന്താണെന്നറിയാൻ വേണ്ടി പ്രിൻസിപ്പാൾ ക്രിസ്റ്റിയെ ഫോണിൽ വിളിച്ചു. ഒരുപാട് വട്ടം ഫോണിൽ വിളിച്ചെങ്കിലും ക്രിസ്റ്റി ഫോൺ എടുത്തില്ല. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പാൾ ക്രിസ്റ്റിയുടെ അമ്മയെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. എന്നാൽ ക്രിസ്റ്റിയുടെ അമ്മയ്ക്കും കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ലായിരുന്നു. എന്തോ ഒന്ന് തെറ്റായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രിൻസിപ്പാളിന് മനസ്സിലായി. ഒരുപക്ഷെ ഇനി വരുന്ന വഴിയിൽ ക്രിസ്റ്റിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും പ്രിൻസിപ്പാൾ സംശയിച്ചു. ശേഷം ക്രിസ്റ്റിയുടെ അമ്മയുടെ അടുത്തു നിന്നും ക്രിസ്റ്റി താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അഡ്രസ് വാങ്ങിച്ച് അവിടേക്ക് പ്രിൻസിപ്പാൾ പുറപ്പെട്ടു. അപ്പാർട്ട്മെന്റിന്റെ താഴെ എത്തിയ പ്രിൻസിപ്പാൾ കാർ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റെപ്പ് കയറി ക്രിസ്റ്റിയുടെ റൂമിന്റെ അടുത്തെത്തി. എന്നാൽ ക്രിസ്റ്റിയുടെ റൂമിന്റെ വാതിൽ ആ സമയം തുറന്നു കിടക്കുകയായിരുന്നു. വാതിൽക്ക് വന്ന പ്രിൻസിപ്പാൾ ക്രിസ്റ്റിയെ ഒരുപാട് വട്ടം വിളിക്കാൻ തുടങ്ങി. എന്നാൽ അകത്തു നിന്നും ഒരു മറുപടിയും വന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണെന്നറിയാൻ വേണ്ടി പ്രിൻസിപ്പാൾ അകത്ത് കയറി നോക്കി. അകത്ത് കയറിയപ്പോൾ തറയിൽ ഒരുപാട് ബുക്കുകളും ഗിഫ്റ്റ് കവറുകളും ചിതറിക്കിടക്കുന്നത് പ്രിൻസിപ്പാൾ കണ്ടു. തൊട്ടടുത്തായി വളരെ കൊടൂരമായ രീതിയിൽ മരണപ്പെട്ടു കിടക്കുന്ന ക്രിസ്റ്റിയെയും പ്രിൻസിപ്പാളിന് കാണാൻ സാധിച്ചു. ആരാണ് ക്രിസ്റ്റി? എങ്ങനെയാണ് ക്രിസ്റ്റി മരണപ്പെട്ടത്? അതിൻ്റെ പിന്നിൽ ആരാണ്? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 27 വർഷം കഴിഞ്ഞ് തെളിയിക്കപ്പെട്ട ഒരു കോൾഡ് കേസിനെ പറ്റിയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നവംബർ 3 പെൻസിൽവാനിയയിലാണ് ക്രിസ്റ്റി ജനിക്കുന്നത്. ക്രിസ്റ്റിയും ക്രിസ്റ്റിയുടെ കുടുംബത്തിലുള്ളവരും വളരെ സ്നേഹത്തിൽ ജീവിച്ചു വരികയായിരുന്നു. ക്രിസ്റ്റി എപ്പോഴും തൻ്റെ ചുറ്റുമുള്ള ആളുകളെ ഒരുപാട് കെയറിങ് ചെയ്യുമായിരുന്നു. അതോടൊപ്പം തന്നെ സ്വയം സന്തോഷത്തോടെ ഇരിക്കുകയും ചുറ്റുമുള്ളവരെയും സന്തോഷത്തോടെ ഇരുത്തുന്നതും ക്രിസ്റ്റിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ക്രിസ്റ്റിക്ക് 25 വയസ്സായപ്പോൾ ഒരു സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യാൻ ആരംഭിച്ചു. ക്രിസ്റ്റിയെക്കുറിച്ച് കൂടെ ജോലി ചെയ്യുന്ന ടീച്ചർമാരും പ്രിൻസിപ്പാളും പറയുന്നത് ക്രിസ്റ്റി എപ്പോഴും വളരെ പഞ്ച്വാലിറ്റിയുള്ള ഒരു കുട്ടിയാണ്. അതോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും വളരെ പെർഫെക്റ്റ് ആണെന്നാണ്. മാത്രമല്ല സ്കൂളിൽ എല്ലാവരും വരുന്നതിന് മുന്നേ തന്നെ ക്രിസ്റ്റി എത്തിയിരിക്കും. അതുമാത്രമല്ല കുട്ടികൾക്കിടയിൽ വളരെ നല്ല അഭിപ്രായമുള്ള ഒരു ടീച്ചറും കൂടിയാണ്. സ്കൂളിലും സ്കൂളിന് വെളിയിലും ചുറ്റുമുള്ള എല്ലാ കാര്യത്തിലും ക്രിസ്റ്റിയുടെ ജീവിതം വളരെ നല്ല രീതിയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ ഡിസംബർ 20, 1992, അതായത് ക്രിസ്മസിന് 5 ദിവസം മുന്നേ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ക്രിസ്റ്റി തീരുമാനിക്കുകയാണ്. അതിനായി ഓരോ ബുക്കും എടുത്ത് അതിൻ്റെ മുകളിൽ ഗിഫ്റ്റ് പേപ്പർ പൊതിഞ്ഞ് അടുക്കി വെക്കുകയായിരുന്നു. അങ്ങനെ ഓരോ ഗിഫ്റ്റിലും ക്രിസ്റ്റിയുടെ ആശംസകൾ രേഖപ്പെടുത്തി വളരെ ഭദ്രമായി ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഡിസംബർ 21 തിങ്കളാഴ്ച രാവിലെ, അതായത് ക്രിസ്റ്റി മരണപ്പെട്ട ദിവസം, എന്നത്തെയും പോലെ ക്രിസ്റ്റി സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ക്രിസ്റ്റി താമസിക്കുന്ന റൂമിൽ ക്രിസ്റ്റിയെ കൂടാതെ ഒരു റൂംമേറ്റും കൂടിയുണ്ട്. എന്നാൽ ക്രിസ്റ്റി മരണപ്പെട്ട സമയത്ത് ആ റൂംമേറ്റ് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. സാധാരണയായി എല്ലാ ദിവസവും രാവിലെ 7 മണിക്കാണ് റൂംമേറ്റ് ജോലിക്ക് പോകുന്നത്. അതിനുശേഷം 7:45 ക്രിസ്റ്റി സ്കൂളിലേക്കും പോകുന്നത്. എന്നാൽ അന്നത്തെ ദിവസം ക്രിസ്റ്റി സ്കൂളിൽ പോയില്ല. ഇപ്പോഴാണ് തുടക്കം പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നത്. റൂമിലെത്തിയ പ്രിൻസിപ്പൽ മരണപ്പെട്ടു കിടക്കുന്ന ക്രിസ്റ്റിയുടെ ശരീരം കണ്ട് ഞെട്ടിപ്പോയി. ശേഷം പോലീസുകാർ സംഭവസ്ഥലത്തെത്തി കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. പോലീസിന്റെ അന്വേഷണത്തിൽ ക്രിസ്റ്റിയുടെ തലയ്ക്ക് വളരെ ശക്തിയായി ആരോ അടിച്ചിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ ക്രിസ്റ്റിയുടെ താടിയെല്ലുകൾ ഉടഞ്ഞിട്ടുണ്ടെന്നും അതിനുശേഷം ക്രിസ്റ്റിയുടെ കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിക്കുകയും ശേഷമാണ് ക്രിസ്റ്റി മരണപ്പെട്ടതെന്നും മനസ്സിലായി. ഇതിൽ മറ്റൊരു കാര്യം എന്തെന്നാൽ ക്രിസ്റ്റി മരണപ്പെട്ടതിന് ശേഷം ക്രിസ്റ്റിയെ കാണാൻ റൂമിലേക്ക് കുടുംബത്തിലുള്ള ആരും കയറി ചെന്നില്ല. കാരണം അത്രയ്ക്ക് കൊടൂരമായ രീതിയിലാണ് ക്രിസ്റ്റി മരണപ്പെട്ടത്. ക്രിസ്റ്റി മരണപ്പെട്ട സമയത്ത് ഒരു കോട്ടും കയ്യിൽ ഒരു ഗ്ലൗസും ധരിച്ചിരുന്നു. ഇത് സാധാരണയായി ക്രിസ്റ്റി സ്കൂളിൽ പോകുമ്പോൾ ധരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്റ്റി സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്രിസ്റ്റിയുടെ വിരലടയാളം ഡോറിന്റെ മുകളിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും പോലീസുകാർക്ക് മനസ്സിലായത് സ്ട്രഗിൾ നടക്കുന്ന സമയത്ത് ക്രിസ്റ്റിയെ വളരെ ശക്തിയായി കൊലയാളി പിടിച്ചു വലിച്ചിട്ടുണ്ടെന്നാണ്. മാത്രമല്ല ആ സമയത്ത് ക്രിസ്റ്റി ഡോർ തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും ക്രിസ്റ്റിയുടെ വിരലടയാളം ഡോറിൽ പതിഞ്ഞത്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ഗിഫ്റ്റുകളും ബുക്കുകളുമെല്ലാം തറയിൽ ചിതറിക്കിടക്കുകയായിരുന്നു. സാധാരണ ഇങ്ങനെ ഒരു ഫ്ലാറ്റിൽ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ഫ്ലാറ്റുകളിലെ ആളുകളെ സംശയിക്കാൻ വളരെ സാധ്യതയുണ്ട്. എന്നാൽ
ക്രിസ്റ്റിയുടെ മരണത്തിൽ സംശയിക്കത്തക്ക രീതിയിൽ ആരും തന്നെ ഇല്ലായിരുന്നു. ശേഷം ക്രിസ്റ്റിയുടെ മൃതദേഹം സംസ്കരിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷമാണ് താൻ ക്രിസ്റ്റിയുടെ ഫ്രണ്ടാണെന്ന് അവകാശപ്പെട്ട് ക്രിസ്റ്റിയെ കാണണമെന്നാവശ്യപ്പെട്ട് കയ്യിൽ പൂക്കളുമായി ക്രിസ്റ്റി ജോലി ചെയ്യുന്ന സ്കൂളിൽ ഒരു വ്യക്തി വന്നത്. ഇത് കേട്ട എല്ലാവർക്കും വളരെ ആശ്ചര്യമായി തോന്നി. കാരണം ക്രിസ്റ്റി മരണപ്പെട്ടത് അന്നൊരു ചർച്ചാവിഷയമായ വാർത്തയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ക്രിസ്റ്റി മരണപ്പെട്ട കാര്യം ഈ വ്യക്തി എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളൊരു സംശയം എല്ലാവരിലും ഉടലെടുത്തു. ചില സമയങ്ങളിൽ കൊലയാളി കൊല നടന്ന സ്ഥലത്തും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശങ്ങളിലും കാര്യങ്ങൾ രഹസ്യമായി അന്വേഷിക്കാൻ എത്തുന്നതാണ്. ഒരുപക്ഷെ ഇയാൾക്ക് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുകൊണ്ടാണോ ഇയാൾ ക്രിസ്റ്റിയുടെ സുഹൃത്താണെന്നും അവകാശപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നതെന്ന് എല്ലാവരും ആലോചിച്ചു. ശേഷം എല്ലാവരും ഈ വ്യക്തിയുടെ കാര്യം പോലീസിൽ അറിയിച്ചു. എന്നാൽ പോലീസിന് ഇയാളിൽ നിന്നും ഒരു തെളിവുകളും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ക്രിസ്റ്റിയുടെ രഹസ്യമായ ബോയ്ഫ്രണ്ട് ആണെന്ന് സംശയിച്ചു. കാരണം സംഭവം നടന്ന ദിവസം രാവിലെ ക്രിസ്റ്റിയാണ് റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തത്. മാത്രമല്ല സ്ട്രഗിൾ നടന്നപ്പോൾ ഡോർ തുറന്നതാണ് എന്നുള്ളതിനുള്ള ഒരു തെളിവുകളും അവിടെ നിന്നും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ക്രിസ്റ്റി ഡോർ തുറക്കില്ലെന്ന് ഫാമിലിയിലുള്ള എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റിയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ അറിയാവുന്ന ആരോ ഒരാളാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അവിടെ നിന്നും ഒരു DNA സാമ്പിൾ പോലീസിന് ലഭിച്ചു. പോലീസ് ആ DNA സാമ്പിളും കുറ്റം നടന്ന സ്ഥലത്ത് നിന്നും ലഭിച്ച DNA സാമ്പിളും കൂടി പരിശോധിച്ചു നോക്കി. അതോടൊപ്പം തന്നെ ക്രിസ്റ്റിയുമായി ബന്ധമുള്ളവരുടെയും ചുറ്റുമുള്ളവരുടെയും DNA സാമ്പിളായിട്ട് ഇത് പരിശോധിച്ചു നോക്കി. എന്നാൽ ആ പരിശോധനയിൽ നെഗറ്റീവ് റിസൾട്ടാണ് വന്നത്. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. അപ്പോഴും ഈ കേസിന് ഒരു തെളിവുകളും ലഭിച്ചില്ല. ആ സമയത്തും ക്രിസ്റ്റിയുടെ കുടുംബത്തിലുള്ളവർ കുറ്റവാളിയെ എത്രയും പെട്ടെന്ന് പിടിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധത്തിലായിരുന്നു. അങ്ങനെ 10 വർഷങ്ങൾ കടന്നുപോയി. 10 വർഷത്തിന് ശേഷം ക്രിസ്റ്റിയുടെ അമ്മ ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടു. അങ്ങനെ വീണ്ടും കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. ആ സമയത്തും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കൃത്യം 18 വർഷങ്ങൾക്ക് ശേഷം ഒരു തെളിവുകൾ ലഭിക്കാത്തത് മൂലം അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചു. എന്നാൽ ആ സമയത്തും ക്രിസ്റ്റിയുടെ അനിയൻ തീർച്ചയായും കുറ്റവാളിയെ പിടിക്കണമെന്നാവശ്യപ്പെട്ട് ഒരുപാട് പത്രമാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുകയും അതോടൊപ്പം തന്നെ സമരം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ക്രൈഡ് സ്ട്രെഡ്മാൻ എന്ന ഒരു ഡിറ്റക്റ്റീവ് ഈ കേസ് ആദ്യം മുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചു. ക്രൈഡ് ഈ കേസിന് ആവശ്യമായ തെളിവുകളെല്ലാം ആദ്യം മുതൽ വീണ്ടും ശേഖരിക്കാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹത്തിനും ഈ കേസിന് ഒരു എത്തും പിടിയും ലഭിച്ചില്ല. അപ്പോഴാണ് ആ സമയത്ത് പുതിയൊരു ടെക്നോളജി രൂപപ്പെട്ടത്. ജീനോളജി എന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇവർ ചെയ്യുന്നത് കുറ്റവാളിയെന്ന് സംശയിക്കുന്ന ആളുടെ DNA സാമ്പിൾ ഉപയോഗിച്ച് അയാളുടെ സ്വഭാവ സവിശേഷതകൾ, ആ വ്യക്തി എങ്ങനെയുള്ള ആളാണെന്നുള്ള വ്യക്തമായ ഒരു രൂപം തയ്യാറാക്കും. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ഫേമസ് ആയ ഒരു ഡിറ്റക്റ്റീവ് ഉണ്ട്. അവരുടെ പേര് CC മോർ. ഇവർ DNA ഫീനോടൈപ്പ് എന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ച് കൊലയാളിയുടെ വ്യക്തമായ രൂപത്തിൻ്റെ മോഡൽ തയ്യാറാക്കും. അങ്ങനെ തയ്യാറാക്കിയ കൊലയാളിയുടെ രൂപം മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് ശേഷം ഇതാണ് കൊലയാളിയെന്ന് അവകാശപ്പെടുകയും ശേഷം എല്ലാവരും ഇയാളെ കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. ഡിറ്റക്റ്റീവ് CC മോർ ഈ കേസിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതിനായി അവർ കിട്ടിയ DNA സാമ്പിൾ പോലീസിൻ്റെ ഡേറ്റാബേസിലുള്ള DNA സാമ്പിളുമായി താരതമ്യം ചെയ്ത് കൊലയാളിയുടെ ബന്ധുക്കളെ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തി. സാധാരണ ഒരാളുടെ DNA സാമ്പിൾ അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും DNA സാമ്പിളുമായി ഒരേ സിമിലർ പാറ്റേണിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ DNAയിലുള്ള ജീനുകളുമായി ബന്ധമുള്ള മറ്റൊരു DNA ഉള്ള വ്യക്തിയെ കണ്ടുപിടിച്ചാൽ അയാൾ മൂലം കൊലയാളിയെ കണ്ടുപിടിക്കാമെന്ന് CC മോർ തീരുമാനിച്ചു. അതിനായി അവർ ഒരുപാട് DNA സാമ്പിളുകൾ പരിശോധിച്ച് നോക്കി. അതിൽ നിന്നും ഒരു DNA അവർക്ക് ലഭിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിൽ ആ DNAയിലുള്ള വ്യക്തിയുടെ അച്ഛനാണ് കൊലപാതകിയെന്ന് കണ്ടെത്തി. ഈ കാര്യം പൂർണ്ണമായും സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ച CC മോർ കൊലയാളി അറിയാതെ കൊലയാളി ഉപയോഗിച്ച വാട്ടർ ബോട്ടിൽ, ചൂയിങ്കം തുടങ്ങിയ സാധനങ്ങൾ കളക്ട് ചെയ്ത് ലാബിൽ പരിശോധിച്ചു നോക്കി. അങ്ങനെ അവസാനം കൊല നടന്ന സ്ഥലത്തു നിന്ന് ലഭിച്ച DNAയും കൊലയാളിയെന്ന് സംശയിച്ച ആളുടെ DNAയും ഒന്നാണെന്ന് 100% ഉറപ്പായി. ആ DNAയിലുള്ള ആളുടെ പേര് റേബൻ എന്നായിരുന്നു. കൊലയാളി അയാളാണെന്ന് കണ്ടെത്തുമ്പോൾ അയാൾക്ക് 49 വയസ്സുണ്ടായിരുന്നു. മാത്രമല്ല വെഡ്ഡിംഗ് DJ പാർട്ടി നടത്തുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അയാൾ. എന്നാൽ റേബനുമായി ബന്ധമുള്ള ആരും റേബനാണ് ഇത് ചെയ്തതെന്ന് ആദ്യം വിശ്വസിച്ചില്ല. കാരണം സമൂഹത്തിനിടയിൽ അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിട്ടായിരുന്നു അയാൾ ജീവിച്ചിരുന്നത്. മാത്രമല്ല ആരും സമൂഹത്തിൽ അക്രമങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇവൻറ്റുകളും ഇയാൾ നടത്തിയിരുന്നു. മാത്രമല്ല 1992, അതായത് കൃത്യം കൊല നടക്കുന്നതിന് 4 ആഴ്ചകൾക്ക് മുമ്പ് ആരും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഇവൻറ്റുകളും ഇയാൾ നടത്തിയിരുന്നു.
ഇത്രയ്ക്ക് മാന്യത കാട്ടി ജീവിച്ച വ്യക്തിയാണ് കൊടൂരമായിട്ട് ക്രിസ്റ്റി എന്ന പെൺകുട്ടിയെ കൊന്നത്. ശേഷം 27 വർഷം പുഷ്പം പോലെ ആർക്കും പിടികൊടുക്കാതെ ജീവിക്കുകയും ചെയ്തു. ശേഷം 2019 ജനുവരി 8 കോടതിയിൽ ഞാൻ തന്നെയാണ് കുറ്റം ചെയ്തതെന്ന് റേബൻ സ്വയം സമ്മതിച്ചു. ക്രിസ്റ്റി സന്തോഷത്തോടെ ഇരിക്കാൻ എപ്പോഴും DJ പാർട്ടിക്ക് പോകുമായിരുന്നു. അങ്ങനെ പാർട്ടിക്കിടയിൽ വെച്ചായിരിക്കും ക്രിസ്റ്റിയെ റേബൻ കണ്ടതെന്നാണ് പോലീസ് കരുതുന്നത്. ഇതാണ് ക്രിസ്റ്റി മിറാക്ക് എന്ന പെൺകുട്ടിയുടെ കേസ്. ഈ സംഭവം നടന്നതിന് ശേഷം 3 വട്ടം തെളിവുകളില്ലാത്തതിനാൽ കേസ് ക്ലോസ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചതാണ്. 3 ജനറേഷൻ പോലീസുകാരും ഈ കേസിൽ അന്വേഷണം നടത്തി. എന്നാൽ CC മോർ എന്ന DNA ഡിറ്റക്റ്റീവിന്റെ ഒറ്റ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഈ കൊലപാതകം തെളിയിക്കാൻ സാധിച്ചത്. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.